വചനമൊഴി ഡിസംബർ 19. വചനഭാഗം റോമ 2:1-9, ലൂക്കായുടെ സുവിശേഷം 6:37-42. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഇന്ന് സുവിശേഷത്തിൽ നാം ശ്രവിക്കുന്നത് ക്രൈസ്തവ ശിഷ്യത്വത്തിന്റെ ജീവിത ശൈലി എപ്രകാരമായിരിക്കണമെന്ന് ഈശോ പഠിപ്പിക്കുന്ന വചനഭാഗത്തിൽ നിന്നുമുള്ളതാണ്. മറ്റുള്ളവരോടുള്ള നമ്മുടെ പെരുമാറ്റം എപ്രകാരമായിരിക്കണമെന്നാണ് ഈശോ പറയുന്നത്. ഒരുവൻ മറ്റുള്ളവരോട് പെരുമാറുന്നത് പോലെ തന്നെ ആയിരിക്കും ദൈവം അവനോടും പെരുമാറുന്നത് എന്ന സൂചിതം. വിധിക്കരുത്, നിങ്ങളും വിധിക്കപ്പെടുകയില്ല. കുറ്റാരോപണം നടത്തരുത്, നിങ്ങളുടെ മേലും കുറ്റം ആരോപിക്കപ്പെടുകയില്ല. ക്ഷമിക്കുവിൻ, നിങ്ങളോടും ക്ഷമിക്കപ്പെടും. ഇപ്രകാരം ഓരോ വ്യക്തിയും ചെയ്യുന്ന പ്രവൃത്തികൾക്കനുസൃതം അവനോടും പ്രവർത്തിക്കപ്പെടും എന്നാണ് പറയുന്നത്. സുവിശേഷം ഇന്ന് രണ്ടാമത് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നയിക്കുന്നവന് ആധികാരികത ഉണ്ടായിരിക്കണമെന്നാണ്. കുരുടൻ കുരുടനെ നയിച്ചാൽ ഇരുവരും കുഴിയിൽ വീഴും. അതുകൊണ്ട് തന്നെ നയിക്കുന്നവന് ആധികാരികത ഉണ്ടായിരിക്കണം. ജീവിതത്തിന്റെ ആധികാരികത, അറിവിന്റെ ആധികാരികത. അപ്രകാരം ആധികാരികതയുള്ളവനെ മറ്റുള്ളവനെ നേരായ വിധത്തിൽ നയിക്കുവാൻ പറ്റുകയുള്ളൂ. ജീവിതത്തിന്റെ ആധികാരികതയും അറിവിന്റെ ആധികാരികതയും ഉള്ളവനായി മാറുവാൻ തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. മറ്റുള്ളവരെ വിധിക്കുന്നതിനെ കുറിച്ച് ഈശോ വീണ്ടും പറയുന്നു, നിന്റെ സഹോദരന്റെ കണ്ണിലെ കരട് കാണുകയും സ്വന്തം കണ്ണിലെ തടികഷ്ണം ഗവനിക്കാതിരിക്കുകയും ചെയ്യുന്നതെങ്കിൽ മറ്റുള്ളവരെ നീ വിധിക്കുമ്പോൾ നിന്റെ മേൽ തന്നെ ഒന്നാമതായി നിന്റെ ദർശനം ഉണ്ടായിരിക്കണം, ആത്മശോധന ചെയ്യണമെന്നാണ് തിരുവചനം ഓർമ്മപ്പെടുത്തുന്നത്. പൗലോസ്ലീഹ റോമായിലെ സഭയ്ക്ക് എഴുതിയ ലേഖനത്തിലും ദൈവത്തിന്റെ ന്യായവിധിയെക്കുറിച്ചാണ് പറയുന്നത്. നീ ആര് തന്നെയായാലും മറ്റൊരുവിനെ വിധിക്കാൻ നിനക്ക് ന്യായീകരണമില്ലെന്ന പൗലോസ്ലീഹ പറയുന്നത്. അവരനെ വിധിക്കുമ്പോൾ നീ നിന്നെ തന്നെയാണ് വിധിക്കുന്നത്. പൗലോസ്ലീഹ പറയുകയാണ്, അല്ലയോ മനുഷ്യ, നീ ആര് തന്നെയായാലും മറ്റുള്ളവരെ വിധിക്കുമ്പോൾ നിനക്ക് ന്യായീകരണമില്ല. അവരനെ വിധിക്കുമ്പോൾ നീ നിന്നെ തന്നെയാണ് കുറ്റം വിധിക്കുന്നത്. ശരിയായ വിധത്തിൽ ആത്മശോധന ചെയ്യുവാൻ, നമ്മിലെ കുറവുകളെ കണ്ടെത്തുവാൻ, അത് തിരുത്തുവാൻ, അങ്ങനെ തിരുത്തി ആധികാരികമായ ജീവിതം വഴി മറ്റുള്ളവർക്ക് പ്രകാശമാകുവാൻ, മറ്റുള്ളവരെ വഴി നയിക്കുവാൻ നമുക്ക് സാധിക്കണം. സുവിശേഷാനുസൃതമായ ജീവിതത്തിലൂടെ ശരിയായ മാർഗത്തിൽ നമ്മുടെ കൂടെയുള്ളവരെ നയിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. അതിനായി ദൈവകൃപ പ്രാർത്ഥിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.